ഇന്നത്തെ വചനചിന്ത ചില വേദനകൾ അനുഗ്രഹമായി മാറും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ജീവിച്ചിരുന്നു. അയാളുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്നത് അദ്ദേഹത്തിൻ്റെ കുതിരയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുതിര ഒരു ദിവസം വീട്ടിൽ നിന്നും ഓടിപ്പോകുവാനിടയായി. അയൽക്കാരെല്ലാം ഓടിക്കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊരു ഗതികേടാണ്, നീ ശരിക്കും ഭാഗ്യം കെട്ടവനാ, ഭാഗ്യമില്ലാത്തവൻ. ഇതുകേട്ട് അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഭാഗ്യം കെട്ടവനായിരിക്കാം, നിർഭാഗ്യവനായിരിക്കാം. എന്നാൽ അടുത്ത ദിവസം പുറപ്പെട്ടു പോയ കുതിര മറ്റു 3 കാട്ടുകുതിരകളുമായി തിരികെ വരുവാനിടയായി. ഇത് കണ്ട അയൽക്കാരെല്ലാവരും വീണ്ടും വന്നുകൂടി. പുതിയ കുതിരകളെ കണ്ടപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, അദ്ദേഹം എത്ര ഭാഗ്യവാനാണ്. ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ഭാഗ്യവാനാണ്, നിനക്കിപ്പോൾ 4 കുതിരകളുണ്ട്. അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഭാഗ്യവാനായിരിക്കാം. അതേ അടുത്ത ദിവസം ആ കൃഷിക്കാരൻ്റെ മകൻ മെരുങ്ങാത്ത കാട്ടുകുതിരയുടെ മുകളിൽ കയറി ഓടുവാൻ പോയി. പോകുന്ന വഴിയിൽ കുതിര അവനെ തട്ടിയിട്ടു, കുടഞ്ഞിട്ടു. മകൻ്റെ കൈയും കാലും ഒടിയുവാനിടയായി. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി അവർ പറഞ്ഞു, നീ ശരിക്കും ഭാഗ്യമില്ലാത്തവനാണ്, നിൻ്റെ ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ. അയാൾ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഭാഗ്യമില്ലാത്തവനായിരിക്കാം. എന്നാൽ അടുത്ത ദിവസം രാജ്യത്തിലെ പടയാളികൾ ഓരോ ഭവനത്തിലും വന്ന് യുദ്ധത്തിനായി ആൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുവാൻ തുടങ്ങി. കർഷകൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ കർഷകൻ്റെ ആകെ ആശ്രയമായിരുന്ന മകൻ കയ്യും കാലും ഒടിഞ്ഞു കിടക്കുകയാണ്. കാലൊടിഞ്ഞ അവനെ പട്ടാളക്കാർക്ക് വേണ്ട. ആകയാൽ അവർ അവരെ കൊണ്ടുപോകാതെ മടങ്ങി. എല്ലാവരും വീണ്ടും ഓടിക്കൂടി അവനോട് പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്, നീ ശരിക്കും ഭാഗ്യവാൻ തന്നെയാണ്. അവർ പറഞ്ഞു, നിന്റെ കുതിര പുറപ്പെട്ടു പോയതും 3 കാട്ടുകുതിരകളെ കൊണ്ടുവന്നതും നിന്റെ മകൻ കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീണ് കയ്യും കാലും ഒടിഞ്ഞതിൻ്റെയൊക്കെയും പിന്നിൽ വലിയൊരു ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അർത്ഥമുണ്ട് നിന്റെ ജീവിതത്തിൽ. ഓരോ കാര്യങ്ങളുടെ പിന്നിലും ഓരോ അർത്ഥമുണ്ടായിരുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ചില വേദനകൾ ഉണ്ടെങ്കിലും താങ്കളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംരക്ഷിക്കുവാനാണ് ചില വേദനയുടെ അനുഭവത്തിലൂടെ ദൈവം കടത്തിവിടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ചുറ്റുമുള്ളവർ കുത്തുവാക്കുകൾ പറയും, ചിലർ പിറുപിറുക്കും, ദൈവം കൈവിട്ടുപോയി എന്നൊക്കെയും ചിലർ വിളിച്ചു പറയാറുണ്ട്. എന്നാൽ നടുകടലിൽ എല്ലാം നഷ്ടമായി പോയേക്കാം. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ കണ്ടേക്കാം. എന്നാൽ സകലതും കൈവിട്ടുപോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്ത് വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജോലി, ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്ര തുടങ്ങിയ വിഷയങ്ങൾക്കൊക്കെയും കർത്താവ് മറുപടി നൽകുവാനിടയാകും. ചില വർഷങ്ങളായി കാത്തിരിക്കുന്ന വിഷയങ്ങൾ, അനേക വർഷങ്ങളായി നാട്ടുകാരും ബന്ധുമിത്രാദികളും വചനം ശ്രവിക്കുന്ന താങ്കളെ പരിഹസിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി കർത്താവ് നൽകുവാനിടയാകും. പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ കടന്നു വരുമ്പോൾ, പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ തുടങ്ങി അനേക വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കർഷകൻ്റെ മനോഭാവത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ചില നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഇതിനുള്ളിൽ താങ്കൾക്ക് ഒരു നന്മ മറഞ്ഞിരിപ്പുണ്ട് എന്നോർക്കണം. നഷ്ടങ്ങളും നേട്ടങ്ങളും മുറിവുകളും കണ്ണുനീരും ഒരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അല്പസമയം കഴിയുമ്പോൾ നാം കാത്തിരിക്കുന്ന ചില നന്മ നമ്മെ തേടിയെത്തും. വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്ന്. യെശയ്യാപ്രവചന പുസ്തകം 46-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ നിൻ്റെ ദൈവം. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ജീവനുള്ള കർത്താവിൽ ആശ്രയിക്കുവാൻ, സകലതും നന്മയ്ക്കാണ് കടന്നു വരുന്നതെന്ന് ചിന്തിക്കുവാൻ, ചില വേദനകൾ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.